ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടനുമായ ശ്രീ ദേവൻ നമുക്കൊപ്പം ഇപ്പൊ ചേരുന്നുണ്ട് ഈ ഒരു മണിക്കൂർ ചർച്ചയിൽ. ശ്രീ ദേവൻ, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തൃശ്ശൂരിലെത്തുന്നു. നമുക്ക് തൃശ്ശൂർ അദ്ദേഹം എടുക്കുമോ എന്നൊരു ചോദ്യമൊക്കെ, അതായത് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിയുടെ വരവ് കൊണ്ട്, നാളത്തെ ഈ മഹിളാ സംഗമം കൊണ്ട് ബി.ജെ.പി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ മോഡിജി ഇന്ത്യ മുഴുവൻ എടുക്കും. തൃശ്ശൂരോ കേരളമോ മാത്രമല്ല, അദ്ദേഹം ഇന്ത്യ മുഴുവനും എടുക്കുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടലിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പാർട്ടി ഇതിനകത്ത് വന്നതും ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ അതിൻ്റെ കാരണമാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷക്കൊത്ത് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല. കാരണം ഞാൻ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിച്ച വെച്ച് നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. കേരളത്തിൽ ബി.ജെ.പിയുടെ ഒരു ഫേസ് അത് സുരേഷ് ഗോപിയായി നാളെ മാറും. അതായത് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. പക്ഷെ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ മാത്രം പ്രസൻസ് അല്ല, ഇതൊരു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല. ഈ മോഡിജി എന്ന് പറയാറുണ്ടല്ലോ, മോഡിജി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ഈസ് അവർ നേഷൻ, രാജ്യമാണ് പ്രയോറിറ്റി. രണ്ടാമതാണ് ഭാരതീയ ജനതാ പാർട്ടി, മൂന്നാമത് മാത്രമേ വ്യക്തിയാവുന്നുള്ളൂ. അപ്പൊ അത് വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. അത് ഞാനാണ് വലിയ ആളെന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യം നമ്മുടെ രാഷ്ട്രം, രണ്ടാമത് ഭാരതീയ ജനതാ പാർട്ടി, മൂന്നാമത് മാത്രമേ വ്യക്തിക്കുള്ളൂ. ഈ ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം, അത് മോദിയുടെ സന്ദർശനത്തിലൂടെ ആ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും 100% ഉണ്ടാവും. ഞാൻ ഇവിടെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള അവരുടെ ഒരു സന്തോഷമുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളുടെ ഫേസിൽ മുഴുവനും ഭയങ്കര ഹാപ്പിയാണത്. ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കൂട്ടം അമ്മമാരും സഹോദരിമാരും എന്നോട് ചോദിക്കും, ഞങ്ങൾ വന്നോട്ടെ, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇവിടെ നിന്ന് ആർക്കും വേണം. കാരണം ഇത് വനിതകളുടെ ഒരു സമ്മേളനമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു മഹാസമ്മേളനം വനിതകൾ ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി ഇപ്പോഴും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു കാണിച്ച് ഒരു പ്രചാരണം, അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിയില്ല. ഇപ്പോൾ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും അവരെ ഒന്നും ഉയർത്തി കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പ്രതിസന്ധി ബി.ജെ.പിക്കുണ്ട്. ആ ഒരു ഘട്ടത്തിലല്ലേ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കൾട്ട് ഫിഗറിനെ യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂരിൽ പ്രതിഷ്ഠിക്കുന്നത് അതുകൊണ്ടല്ലേ? അല്ല, സുരേഷ് ഗോപി എന്നൊരു സ്റ്റാർഡമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. സുരേഷ് ഗോപി എന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഇന്നലെ രാഷ്ട്രീയത്തിൽ വന്നതെന്നല്ല, എനിക്കറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുപാട് നായകനും വില്ലനും കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പണ്ട് മുതലേ ഞങ്ങൾക്കറിയാം. അപ്പോൾ സുരേഷിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മയുള്ള ഒരാളാണ്. ആ നന്മ എന്ന് പറയുന്നതാണല്ലോ രാഷ്ട്രീയം. ഇപ്പോൾ സുരേഷ് ഗോപി ബി.ജെ.പിയിൽ വന്നതിന് ശേഷം രാഷ്ട്രീയക്കാരനായതല്ല. അപ്പോൾ സുരേഷിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു നന്മയുണ്ട്. ഈ നന്മ തന്നെയാണ് നമ്മൾ സുരേഷ് ഗോപിയിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന നന്മയെയാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ വോട്ടേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾ കാണുന്ന നന്മ ഉണ്ടല്ലോ, ആ നന്മയാണ് വോട്ടായിട്ട് മാറേണ്ടത്. അതായത് വോട്ടായിട്ട് മാറുകയും ചെയ്യും. ഈ ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രൈസ്തവ സഭകളുടെ വോട്ടിനെ ചൊല്ലിയുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകൾ ബി.ജെ.പിയായിട്ട് അടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ അടുക്കുന്നത് ശരിയാണോ? അതിനെ എതിർത്തും സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരൊക്കെ അവർ രൂക്ഷമായ ഭാഷയിലാണ് അവരെ വിമർശിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ആ സാഹചര്യത്തിൽ? എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് ഈ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും. ഈ മുസ്ലിം സമുദായത്തിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ, വലിയ സംഘടനകളുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾ, അവിടുത്തെ ബിഷപ്പുമാർ, അങ്ങനെയുള്ള വലിയ വലിയ ഒരു പിന്തുണയാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം
BJP അല്ലാതെ മറ്റൊരു ശക്തിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ന്യൂനപക്ഷത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി അതിന് ആ ഒരു ബോധ്യത്തെ BJPയുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ബോധ്യത്തെ നമ്മൾ വോട്ടാക്കി മാറ്റണം. അതിന് കുറേ പ്രവർത്തിക്കണം. ആ ബോധ്യം ഉണ്ടായിട്ട് മാത്രമില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു കാറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു അതനുസരിച്ച് എല്ലാ വോട്ടുകളാവാം. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെ ഇപ്പൊ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇത് ഈ ക്രൈസ്തവ മത ന്യൂനപക്ഷത്തോട് മാത്രമായിരിക്കുമോ അതോ ഈ മുസ്ലിം സമുദായത്തോടും ഇതേ രീതിയിലുള്ള താല്പര്യമുണ്ടോ? പക്ഷെ ഒരു വശത്ത് ഈ ഒരു ഭിന്നിപ്പുണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ BJP ശ്രമം നടത്തുന്നില്ലേ? ഒരിക്കലുമില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത് ഇത് എപ്പോഴും ഈ BJPയെ അല്ലെങ്കിൽ RSSനെ ഒരു തെറ്റായ കണ്ണുകൾ കൊണ്ടാണ് സമൂഹം കാണുന്നത് എന്ന് അതിനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാലാകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന് ഒരു അളവ് വരെ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ BJP ഒരു ഭീകരമായ സംഭവമാണെന്നും RSS ഭീകരമായ സംഭവമാണെന്നുള്ളത് ഈ നമ്മുടെ എല്ലാ മീഡിയയും അല്ല, ഒരു സെക്ഷൻ ഓഫ് വളരെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു മീഡിയ ഈ BJPയെ ആ തരത്തിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തെറ്റായ ഒരു പ്രൊജക്ഷനാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് BJP ചെയ്ത ദ്രോഹം? എല്ലാവരും പറയുമല്ലോ ഇത് പിന്നെ ഫാസിസമാണ്, അത് ഒന്നുമല്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ പറയും, ഏതെങ്കിലും ഒരു നാട്ടിൽ, ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും കോറിലോ ഒരു പശു ചത്താൽ അതൊരു കൊലപാതകമായിട്ട് മാറി ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. ഉത്തർപ്രദേശിലെ ഏതോ ഒരു സ്ഥലത്ത് പശുവിനെ കൊന്നു, അത് തലേ വരുന്നത് BJP കൂടെ അല്ല, ഒരിക്കലും. അല്ല, അങ്ങനെയാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അങ്ങനെ തന്നെയാണ്? ഫാസിസവും ഇൻടോളറൻസും ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ദേവൻ പറയുന്നതാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരാൾ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തന്നെ അത് ഈ രാജ്യത്ത് ഭരണഘടനയിൽ അത് സ്വതന്ത്രമായിരിക്കുമ്പോൾ തന്നെ അതൊക്കെ അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരാൾ ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഇവിടെ വർഗീയമായിക്കൊണ്ട് തന്നെ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇവിടെ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, മുത്തലാഖ് നിയമം സുപ്രീം കോടതി അത് കൊണ്ടുവന്നിട്ട് പോലും പാർലമെന്റിൽ ആ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് തന്നെ ജനങ്ങളെ, അതായത് ഒരു വിഭാഗത്തെ ഇവിടെ നിന്ന് മാറ്റിവെക്കാനും പൗരത്വ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങൾ രാജ്യം വിട്ടു പോകണം എന്നുള്ള ഒരു നിലപാട് തന്നെ എടുത്തുകൊണ്ട് RSSന്റെ ഒരു വലിയ നിലപാട് തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബൈ.